കണ്ണാ, നീ എപ്പോഴാടാ ഗീതുവിൻ്റെ അടിമയായത്? നീ എനിക്ക് ബാംഗ്ലൂർക്ക് വെച്ച് എടുത്ത ആ ഒരു പ്രതിജ്ഞ നീ മറന്നുപോയോ? നിനക്കിപ്പോൾ എന്നെക്കാളും വലുത് അവളല്ലേ? നമ്മുടെ പൊതുശത്രുവായ വിജയലക്ഷ്മിയുടെ മുന്നിൽ എൻ്റെ വ്യക്തിത്വം നഷ്ടപ്പെടുത്തിയതാ അവള്, ആ ഗീതു. അങ്ങനെയുള്ള അവളെ നിനക്ക് വേണോ കണ്ണാ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രാധികാമ്മ തുള്ളുകയാണ്. നമ്മുടെ ഗോവിന്ദിൻ്റെ മുന്നിൽ ഉറഞ്ഞ് തുള്ളുകയാണ്, ഒന്നൊന്നര തുള്ളക്കമാണ്. അപ്പോൾ അത് ആ ഒരു തുള്ളക്കത്തിലേക്ക് വന്ന സാഹചര്യങ്ങളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇന്നത്തെ എപ്പിസോഡാണ്, നല്ലൊരു അടിപൊളി എപ്പിസോഡാണ്. ആരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. അപ്പോൾ നമുക്ക് എപ്പിസോഡിലേക്കൊക്കെ പോവാം. അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അങ്ങ് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ ഗോവിന്ദനോട് നമ്മുടെ രാധികാമ്മ പറയുകയാണ്, ഗീതുവുമായിട്ടുള്ള ഡിവോഴ്സ് നടക്കണം എന്നൊക്കെ ഇങ്ങനെ തീർത്ത് പറയുകയാണ്. അപ്പോൾ പ്രിയമോൾ അതിൽ ഇടപെടുകയാണ്. പ്രിയമോൾ പറയുകയാണ്, പറ്റില്ലമ്മേ, ഗോവിന്ദേട്ടനും ഗീതു ചേച്ചിയും എനിക്ക് വേണ്ടിയിട്ടല്ലേ. എന്നിട്ട് ഗോവിന്ദനോട് തട്ടിക്കയറുകയാണ് പ്രിയമോള്. ഏട്ട എനിക്ക് വേണ്ടിയിട്ട് എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? ചേട്ടൻ ഇങ്ങനെ ചെയ്തതുകൊണ്ട് നഷ്ടപ്പെട്ടത് ഗീതു ചേച്ചിയുടെ ജീവിതമാണ് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ ഗോവിന്ദ് പറയുകയാണ്, ഇല്ല പ്രിയമോളെ, അങ്ങനെ ആരുടെയും ജീവിതം ഞാൻ മൂലം നഷ്ടപ്പെടാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഗീതു ഈ 6 മാസം എൻ്റെ ഭാര്യയായിട്ട് ഇവിടെ കഴിഞ്ഞതിന്, അങ്ങനെ ഒരു നാടകത്തിന് കൂട്ടു നിന്നതിന് ഗീതുവിന് എത്ര രൂപ വേണമെങ്കിലും, അത് എത്ര കോടിയാണെങ്കിലും ഗീതു പറയുന്നത് കൊടുക്കാൻ ഞാൻ തയ്യാറാണ് എന്നിങ്ങനെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഗീതു ശരിക്കും ഇല്ലാണ്ടാവുന്ന രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഗീതുവിന് ഒട്ടും താങ്ങാൻ പറ്റുന്നില്ല. അത് വല്ലാത്തൊരു ഗീതുവിനെ അപമാനിക്കുന്നതിന് തുല്യമായിട്ടാണ് ഗീതുവിന് തോന്നുന്നത്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ പ്രിയമോള് പറയണേ, ഇല്ല ഏട്ടാ, ഏട്ടൻ ഇനി എന്ത് കൊടുത്താലും ആ ഒരു നഷ്ടം ഗീതു വെച്ച് നികത്താൻ ഏട്ടനെ കൊണ്ട് പറ്റില്ല. കാര്യം ഏട്ടൻ്റെ കൂടെ 6 മാസം ജീവിച്ച ചേച്ചിയെ ഇനി ഒരാൾ വിവാഹം കഴിക്കുകയാണെങ്കിൽ അത് ഏട്ടൻ കൊടുക്കുന്ന ഈ ഒരു കോമ്പൻസേഷൻ ഇല്ലേ, അത് മാത്രം പ്രതീക്ഷിച്ചിട്ടായിരിക്കും ചേച്ചി വിവാഹം കഴിക്കുന്നത്. അത് മാത്രമല്ല, ഒരു 2ാം കെട്ടായിട്ട് ചേച്ചി തഴയപ്പെടും. ഇതിനുള്ള സാഹചര്യം ഏട്ടനാണ് എന്നിങ്ങനെ പറയണം. അപ്പോൾ രാധികാമ്മ പറയാണ്, മോളെ പ്രിയേ, ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ മാധവേട്ടൻ്റെ കൂടെ ജീവിക്കാനായിട്ട് വന്നതുണ്ടല്ലോ, എൻ്റെ ആദ്യ ഭർത്താവുമായിട്ടുള്ള വിവാഹബന്ധം വേർപെടുത്തിയതിന് ശേഷമായിരുന്നു. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഗോവിന്ദും ഗീതുവും ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടെ ഭാര്യയും ഭർത്താവും അല്ല. നിങ്ങൾ അങ്ങനെ ആ ഒരു രീതിയിലല്ല നിങ്ങൾ ജീവിക്കുന്നത്. അപ്പോൾ ഒരു ബന്ധവുമില്ലാതെ ഒരു സ്ത്രീയും പുരുഷനും ഒരു മുറിയിൽ ഒരുമിച്ച് കഴിയുന്നതെന്ന് വെച്ചാൽ അത് നിയമവിരുദ്ധമാണ്, അത് തെറ്റാണ്. അതുകൊണ്ട് ഇതിങ്ങനെ അനുവദിച്ച് തരാൻ പറ്റില്ല. 2 പേരും 2ആയിട്ട് 2 മുറിയിൽ കഴിഞ്ഞാൽ മതി എന്നിങ്ങനെ നമ്മുടെ രാധികാമ്മ പറയുകയാണ്. അത് കേൾക്കുമ്പോൾ ഗോവിന്ദനും ഗീതുവിനും നല്ല വിഷമം തോന്നുകയാണ്. അപ്പോൾ ആ സമയത്ത് എന്നിട്ട് നമ്മുടെ രാധികാമ്മ പറയുകയാണ്, ഇവൾ ഇനി ഈ വീട്ടിൽ താമസിക്കുന്നത് കൂടിയും ശരിയുള്ള കാര്യമല്ല, ഇവളെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടുകൂടെ എന്ന് ചോദിക്കുമ്പോൾ ഗോവിന്ദ ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ നിന്നോടാ ചോദിച്ചത്, കണ്ണാ പറയടാ പറ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഗോവിന്ദ് പറയുകയാണ്, അമ്മ, അത് കണ്ണാ, നീ എനിക്കൊരു പ്രതിജ്ഞ ചെയ്തു തന്നിരുന്നു, അത് പാലിക്കാൻ നീ തയ്യാറാണോ? ബാംഗ്ലൂരിൽ വെച്ചെടുത്ത ആ ഒരു പ്രതിജ്ഞ, ഇവളെ ഒരു തെരുവ് പെണ്ണിനെ ഭാര്യയാക്കേണ്ടി വന്നാലും ഇവളെ നീ വിവാഹം കഴിച്ച് ഇവളെ സ്വന്തം ഭാര്യ ആക്കില്ലെന്ന് നീ എനിക്കൊരു പ്രതിജ്ഞ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പാലിക്കാൻ നീ തയ്യാറാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഗോവിന്ദ് ഇങ്ങനെ മിണ്ടാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ രാധികാമ്മ പറയാണ്, എടാ എന്താടാ ഞാൻ ചോദിച്ചിട്ട് നിനക്ക് മറുപടി ഒന്നും പറയാൻ പറ്റാത്തത്? എന്താ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നീ ഇവളുടെ അടിമയായി കഴിഞ്ഞോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നിനക്ക് ഞാനാണോ വലുത് അതോ ഇവളാണോ വലുത്? ഇവൾ ഈ കുടുംബത്തിൽ നിന്നും പോവേണ്ടവളാണടാ എന്നൊക്കെ ഇങ്ങനെ പറയണം. ഒടുവിൽ നമ്മുടെ ഗോവിന്ദ് പറയണം, അമ്മ പറയുന്നത് ഞാൻ അംഗീകരിക്കുന്നുണ്ട്, അമ്മ പറയുന്ന കാര്യം ഞാൻ സമ്മതിക്കുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനും ഗീതുവും തമ്മിൽ അങ്ങനെ യാതൊരുവിധ ബന്ധവും ഇല്ല. പിന്നെ എനിക്ക് അവളോട് അങ്ങനെ പ്രത്യേകിച്ച് ഒരു അടുപ്പവും ഇല്ല, എനിക്കങ്ങനെ മാനസികമായിട്ട് ഒരു ബന്ധവും ഇല്ല. പിന്നെ നമ്മൾ ദാമ്പത്യ ജീവിതം ഇതുവരെയും ഇല്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു പ്രശ്നവും ഇല്ല ഞാനും ഗീതുവായിട്ട് എന്നിങ്ങനെ പറയുമ്പോൾ ഗീതു ആകെ തകർന്നു പോവാണ്. ഗോവിന്ദിൻ്റെ വായിൽ നിന്നും നമ്മൾ തമ്മിൽ ഒരു മാനസികമായിട്ട് അടുപ്പവും ഇല്ലെന്ന്, ഇവളെൻ്റെ ഭാര്യയെ അല്ല, ആ രീതിയിൽ ഞാൻ ചിന്തിച്ചിട്ടില്ലെന്ന് തന്നെ പറയുമ്പോൾ ഗീതുവിന് നല്ല സങ്കടമാവുകയാണ്. അങ്ങനെ അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ രാധികാമ്മ ചാർജ് ആവുകയാണ്. രാധികാമ്മ പറയുന്നത്, അതെ മോനെ, അതെ, ഇവൾ നമ്മുടെ 2 പേരുടെയും പൊതുശത്രുവാണ്. അതുകൊണ്ട് ഇവൾക്ക് ഈ വീട്ടിൽ താമസിക്കാനുള്ള അർഹതയില്ല. അതുകൊണ്ട് ഇവൾ ഈ വീട്ടിൽ നിന്ന് പോകണം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ഗീതു അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ഗീതു പറയാണ്, ഞാൻ എന്തിനു പോകണം എന്നിങ്ങനെ പറയണം, നിങ്ങളാണ് ഈ വീട്ടിൽ നിന്ന് പോവേണ്ടത്. അപ്പോൾ രാധികാമ്മ കണ്ണ് തള്ളി വെച്ചോണ്ടിരിക്കുകയാണ്. എന്നിട്ട് രാധികാമ്മ ചെയ്യുന്നത്, ഞാൻ എന്തിനാണ് ഈ വീട്ടിൽ നിന്ന് പോവേണ്ടത്? ഞാൻ തീരുമാനിക്കുന്നതാണ് ഇവിടെ നടക്കേണ്ടത്, നീയാണ് ഇവിടെ നിന്ന് പോവേണ്ടത്. അപ്പോൾ ഗീതു പറയുന്നത്, ഞാനല്ല പോവേണ്ടത്, നിങ്ങളാണ് പോവേണ്ടത്. അതെന്തുകൊണ്ട് നീ അങ്ങനെ പറയുന്നത്? നിനക്കിവിടെ എന്താടി കാര്യം? എനിക്കല്ലേ ഈ വീട്ടിൽ കാര്യം.
ഈ നിൽക്കുന്ന അറയ്ക്കൽ ഗോവിന്ദ് മാധവിൻ്റെ ഭാര്യ ഗീതാഞ്ജലി ഗോവിന്ദ് മാധവാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ താലി പിടിച്ച് പൊക്കി കാണിക്കുകയാണ്. എന്നിട്ട് പറയുന്നത്, ദേ കണ്ടില്ലേ, ഈ താലിയാണ് ഈ താലിയാണ് എല്ലാത്തിനേക്കാളും വലുത് എന്നിങ്ങനെ പറഞ്ഞിട്ട് ഗീത പറയുകയാണ്, നിങ്ങൾ കെട്ടിയ ഈ ഗോവിന്ദനോട് ചോദിക്കണം, നിങ്ങൾ കെട്ടിയ ഈ താലിക്കാണോ വില, അതേ നിങ്ങളുടെ ഈ രണ്ടാനമ്മയുടെ വാക്കിനാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഇതിലേതാണ് പവിത്രമായത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഗോവിന്ദ് ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ ആ സമയത്ത് പ്രിയമോൾ ഇടപെടുകയാണ്. പ്രിയമോൾ പറയാണ്, ഗീത വെച്ച് ഇവിടെ നിന്ന് എങ്ങും പോകണ്ട, പക്ഷേ ഗീത വെച്ച് എന്തിനാ ചേച്ചി ഇങ്ങനെയുള്ള ജീവിതം, ഇങ്ങനെ ഒരു ജീവിതം ചേച്ചിക്ക് എന്തിനാണ്? മാനസികമായിട്ട് ഇഷ്ടമല്ലാത്ത ഒരാളുടെ കൂടെ പരസ്പരം ഇഷ്ടമല്ലാതെ നിങ്ങൾ എന്തിനാണ് കഴിയുന്നത്? ഒരു കാര്യം ചെയ്യും, ഗീത വെച്ചും ഗോവിന്ദേട്ടനും രണ്ടുപേരും ഇനി മുതൽ 2 മുറിയിലായിട്ട് കഴിഞ്ഞാൽ മതി എന്നിങ്ങനെ പ്രിയമോൾ പറയുകയാണ്. പ്രിയമോൾ പറയുമ്പോൾ ഗോവിന്ദ് ഞെട്ടിപ്പോവുകയാണ്. അപ്പോൾ ഉടനെ അപ്പോൾ അതി പിടിച്ചങ്ങ് തൂങ്ങുകയാണ്. അത് പ്രിയമോൾ പറയുമ്പോൾ നമ്മുടെ രാധികാമ്മ തിരിഞ്ഞു നിന്ന് ഇങ്ങനെ ഇരുന്ന് ചിരിക്കുകയാണ്. ഭയങ്കര സന്തോഷം പുള്ളിക്കാരത്തിക്ക്. അപ്പോൾ നമ്മുടെ പ്രിയമോൾ പറയുകയാണ്, എന്തായാലും നിങ്ങൾ 2 പേരും ഇനി 2 മുറിയിൽ കഴിഞ്ഞാൽ മതി, ഇങ്ങനെ പരസ്പരം ഇഷ്ടമില്ലാതെ ഒരു മുറിയിൽ കഴിയുന്നതിൽ ഒരു അർത്ഥവുമില്ല എന്നിങ്ങനെ പറയാണ്. അപ്പോൾ രാധികാമ്മ പറയാണ്, പറഞ്ഞത് കേട്ടില്ലേ, പ്രിയ പറഞ്ഞത് കേട്ടില്ലേ, ഇനി മുതൽ നിങ്ങൾ 2 പേരും 2 മുറിയിലായിരിക്കണം, ഗീതു കണ്ണൻ്റെ മുറിയിൽ കയറാനേ പാടില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഗീതുവിന് നല്ല വിഷമാവുകയാണ്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ പ്രിയ പറയാണ്, അമ്മേ ഞാൻ എന്തർത്ഥത്തിലാണെന്നോ ഇവർ 2 പേരും ഒരു മുറിയിൽ കയറരുതെന്ന് പറഞ്ഞത്? കാരണം നിങ്ങൾ 2 പേരും 2 മുറിയിലായിട്ട് കഴിയുമ്പോഴേ നിങ്ങൾക്ക് 2 പേർക്കും മനസ്സിലുള്ള ഇഷ്ടം പുറത്ത് വരത്തുള്ളൂ. നിങ്ങൾ 2 പേരും ഒരേ മുറിയിൽ കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 പേർക്കും ഉള്ളിലുള്ള സ്നേഹം അവിടെ തന്നെ ഉറഞ്ഞിരിക്കും. അപ്പോൾ നിങ്ങൾ 2 പേരും 2 ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പരസ്പരം മിസ് ചെയ്യും നിങ്ങൾക്ക്. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തിൽ മാത്രമാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് എന്ന് പ്രിയമോൾ പറയുകയാണ്. എന്നിട്ട് ഗോവിന്ദനോട് ചോദിക്കണം, ഏട്ടൻ എന്തായാലും എനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊന്നും ചെയ്യേണ്ടിയിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പ്രിയമോൾ കുറേ കുറ്റപ്പെടുത്തലൊക്കെ നടത്തുകയാണ്. അപ്പോൾ ഉടനെ ഗോവിന്ദിനോട് നമ്മുടെ രാധികാമ്മ ചോദിക്കണം, ഇവളുമായിട്ടുള്ള ബന്ധം വേർപെടുത്താൻ നീ സമ്മതമാണോ കണ്ണാ, നിനക്ക് സമ്മതമാണോ? അപ്പോൾ ഗോവിന്ദ് പറയണം, ഞാനും ഇവളുമായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ബന്ധങ്ങളൊന്നുമില്ല, നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു അടുപ്പമോ ഒരു ബന്ധവും ഇല്ല. അതുകൊണ്ട് തന്നെ അമ്മ പറയുന്നത് അമ്മയുടെ വാക്ക് ഒരിക്കലും വെറുതെ ആവില്ല എന്നിങ്ങനെ പറയണം. അത് കേൾക്കുമ്പോൾ ഗീതുവിനാകെ എന്താണ് പറയുന്നത്, ഗീതു ആകെ തകർന്നു പോവുകയാണ്. ഗീതു പക്ഷേ ഗോവിന്ദനെ ഇങ്ങനെ വല്ലാണ്ട് ദയനീയാവസ്ഥയിലൊന്ന് നോക്കുന്നു. നമ്മുടെ ഗീതുവിൻ്റെ കണ്ണിൽ കൂടി ഇങ്ങനെ മടമടമടാന്ന് പറഞ്ഞ് കണ്ണീര് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഗീതു ഗോവിന്ദൻ്റെ അടുത്ത് വന്നിട്ട് പറയണം, ഇന്നു മുതൽ നമ്മൾ 2 പേരും ഒരു മുറിയിലല്ല 2 മുറികളായിരിക്കും താമസിക്കുന്നത്. നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഗീതു നിർത്തിയിട്ട് പറഞ്ഞു, ഗോവിന്ദ് സാറേ നിങ്ങൾ ഇനി തൊട്ടേ എൻ്റെ ശത്രുവായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഗീതു ഒറ്റ പോക്ക് പോവുകയാണ്, കരഞ്ഞുകൊണ്ട് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഗോവിന്ദ് വല്ലാതിരിക്കുകയാണ്. കാരണം കണ്ണേട്ടാന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു വിളിയൊക്കെ മാറ്റി ഗോവിന്ദ് സാറേ നിങ്ങൾ ഇന്ന് മുതൽ എനിക്ക് ശത്രുവായിരിക്കും എന്ന് പറഞ്ഞിട്ട് പോയപ്പോൾ പുള്ളിക്കാരനങ്ങ് വല്ലാണ്ടാവുകയാണ്. അങ്ങനെ ഗീതു ആ പോക്കെ പോവുകയാണ്. പോയിട്ട് നോക്കുമ്പോഴത്തേക്കും മുറ്റത്തിറങ്ങിയിട്ട് നോക്കുമ്പോൾ പുള്ളിക്കാരത്തിയുടെ സ്കൂട്ടി കാണുന്നില്ല. അവിടെയൊക്കെ കിടന്ന് തപ്പിത്തടയുകയാണ്. സ്കൂട്ടിയെ തിരക്കിയിട്ട് നോക്കുമ്പോൾ ഗോവിന്ദ് വാങ്ങിച്ചു കൊടുത്ത കാർ അവിടെ കിടക്കുന്നുണ്ട്. അത് കാണുമ്പോൾ ഗീതു ഒരു കലിപ്പ് വരുവാണ്. നേരെ ചെന്നിട്ട് കാറിൽ 2 ചവിട്ട് കിട്ടുകയാണ്. പുള്ളിക്കാരത്തിൻ്റെ കാല് തന്നെ നോവുകയാണ്. അങ്ങനെ പുള്ളിക്കാരത്തി അയ്യോ എൻ്റെ കാല് എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് നോക്കുമ്പോൾ ഗോവിന്ദിൻ്റെ കാർ അവിടെ കിടക്കുകയാണ്. അതിനും കൊടുക്കുകയാണ് 2 ചവിട്ട്. അപ്പോഴും കാല് പുള്ളിക്കാരത്തിക്ക് തന്നെ നോവുകയാണ്. അപ്പോൾ അങ്ങനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ അയ്യപ്പൻ കയറി വരികയാണ്. അയ്യപ്പൻ്റെ കാലിലൊക്കെ വച്ച് കെട്ടിയിരിക്കുകയാണ് പാദത്തിൻ്റെ അവിടെ. അപ്പോൾ ഗീത ചോദിക്കുകയാണ്, നിങ്ങൾ അയ്യപ്പേട്ടാ എൻ്റെ സ്കൂട്ടി എന്തിയെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അയ്യപ്പേട്ടൻ പറയുകയാണ്, കുഞ്ഞിൻ്റെ സ്കൂട്ടി ഉണ്ടല്ലോ ഞാൻ വർക്ക്ഷോപ്പിൽ കൊണ്ട് കൊടുത്തിരിക്കുക ശരിയാക്കാനായിട്ട്, അതിന് എൻ്റെ സ്കൂട്ടിക്ക് ഒരു കുഴപ്പമില്ലല്ലോ എന്നിങ്ങനെ ഗീത പറയണം. അപ്പോൾ പറയണം, അയ്യോ എൻ്റെ കുഞ്ഞെ ആ സ്കൂട്ടിക്ക് കുഴപ്പമുണ്ടായി, അതുകൊണ്ടാണ് ഞാൻ കൊണ്ട് കൊടുത്തത്. എന്ത് കുഴപ്പം? അതിൽ 1 കുല തേങ്ങ വന്ന് വീണു. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗമൊക്കെ കംപ്ലൈൻ്റ് ആയി, അതുകൊണ്ട് ശരിയാക്കാൻ കൊണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഉണ്ടെങ്കിൽ ഇത് ചോദിക്കണേ, നിങ്ങൾ എന്ത് തേങ്ങയാണ് മനുഷ്യ ഇരുന്നുകൊണ്ട് പറയുന്നത്? അതിന് എവിടെ നിന്ന് തേങ്ങ വീഴാനാണ്? ഇവിടെ അങ്ങ് ഒരു തെങ്ങ് പോലും ഇല്ല, പിന്നെ ഇവിടെ വെച്ചിരുന്ന വണ്ടിയിൽ തേങ്ങ വീഴുന്നത് എന്നിങ്ങനെ ഗീത് പറയണം. അപ്പോൾ ഉടനെ എപ്പം പറയണം, എൻ്റെ കുഞ്ഞെ ഇവിടെ എങ്ങും തേങ്ങയും തെങ്ങും ഒന്നും ഇല്ലെന്നുള്ള സത്യം തന്നെയാണ്. പക്ഷേ ഞാൻ ആ വണ്ടി എടുത്തുകൊണ്ടൊരു പോക്കങ്ങ് പോയി. അപ്പോഴുണ്ടല്ലോ ബാലൻസ് തെറ്റിയിട്ടേ അവിടെ ഒരു തെങ്ങ് ഇപ്പോൾ ഉണ്ടായിരുന്നു, ഒരു തൈത്തെങ്ങ്, അതിനകത്ത് അങ്ങ് ഇടിച്ച് കയറി. അപ്പോൾ എന്ത് ചെയ്തെന്നോ, അപ്പോൾ ആ ഒരു ഇടിയുടെ ആഘാതത്തിൽ 1 കുല തേങ്ങ ഒടിഞ്ഞ് സ്കൂട്ടി കൂടെ വീണു. അതിൻ്റെ ഒരെണ്ണം എൻ്റെ കാലിൽ കൂടെ വീണു. കണ്ടില്ലേ ഞാൻ എൻ്റെ കാലൊക്കെ ചതഞ്ഞ് വെച്ച് കെട്ടിയിരിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ ഗീത പറയുന്നത്, നിങ്ങളോട് ആരാ പറഞ്ഞത് മനുഷ്യ എൻ്റെ വണ്ടി എടുത്തുകൊണ്ട് പോകാനായിട്ട്?
എൻ്റെ വണ്ടി ഉണ്ടല്ലോ, ബാലൻസ് ഇല്ലാത്ത ആർക്കും എടുക്കാൻ പറ്റില്ല, അതെനിക്ക് മാത്രമേ എടുക്കാൻ പറ്റൂ. അതെന്താ കുഞ്ഞു അങ്ങനെ? അതെ, എൻ്റെ വണ്ടി ഉണ്ടല്ലോ, സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അത് ജമ്പ് ചെയ്യും, അതറിയാവുന്നവർ കൊണ്ട് മാത്രമേ അത് പറ്റൂ, അത് എനിക്കേ പറ്റൂ എന്നിങ്ങനെ ഗീത് പറയണം. അപ്പോൾ ഉടനെ അയ്യപ്പൻ പറയണം, അയ്യോ അത് എനിക്ക് അറിയില്ലേന്ന്. സത്യം തന്നെ കുഞ്ഞു പറഞ്ഞു, ഞാൻ എടുത്തപ്പോൾ ജമ്പ് ചെയ്ത് പോയതാണ് എന്ന് പറയണം. അപ്പോൾ ഗീതുവാണ് അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്തിന് നോക്കുമ്പോഴത്തേക്ക് അയ്യപ്പൻ പറയണം, ഇനിയിപ്പോൾ സ്കൂട്ടി ഇല്ലെന്ന് പറഞ്ഞ് കുഞ്ഞ് വിഷമിക്കേണ്ട, എന്തായാലും ഇന്ന് സ്കൂട്ടി കിട്ടാൻ പോകണില്ല, എന്തായാലും എൻ്റെ ഗോവിന്ദ കുഞ്ഞ് വാങ്ങിച്ചെന്ന് ആ കാർ ഇവിടെ കിടക്കയില്ലേ, അതിൽ കയറിയിട്ട് പോ എന്ന് പറയണം. അപ്പോൾ ഗീതു പറയണം, എൻ്റെ പട്ടി പോവും കാറിൽ, അങ്ങനെ കാറിൻ്റെ കാര്യം മിണ്ടരുത് എന്ന് പറയുന്നത്. അപ്പോൾ ഉടനെ പറഞ്ഞു, ഈ കുഞ്ഞിനത് എന്ത് പറ്റി? അപ്പോഴത്തേക്ക് നോക്കുമ്പോൾ ഗീതുവിന് ഫോൺ വരികയാണ്. അങ്ങനെ ഗീതു ഫോൺ എടുക്കുകയാണ്. ഫോൺ എടുക്കുമ്പോഴത്തേക്ക് വിനോദാണ് വിളിക്കുന്നത്. വിനോദ് വിളിച്ചിട്ട് പറയണത്, ചേച്ചി, എന്താ വിനോദേ? ചേച്ചി, അമ്മയ്ക്ക് ബോധം വീണ് കേട്ടോ, അമ്മ സംസാരിച്ചു ചേച്ചി, പിന്നെ ഇവിടെ പ്രിയമോളും അതുപോലെ രേഖേച്ചിയൊക്കെ ഉണ്ടായിരുന്നു, അവരോടൊക്കെ സംസാരിച്ചു. അമ്മ ഇപ്പോൾ പറയുന്നതേ, അമ്മയ്ക്ക് എത്രയും പെട്ടെന്ന് ഗീതു ചേച്ചിയും ഗോവിന്ദേട്ടനെയും കാണണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, എത്രയും പെട്ടെന്ന് ചേച്ചി ഇങ്ങോട്ടൊന്ന് വാ. അപ്പോൾ ഉടനെ എന്താണ് ഗീതുവിന് ഭയങ്കര സന്തോഷമാവണം. ഗീതു പറയണത്, ദേ ഉടനെ വരുന്നു വിനോദേ, അമ്മയോട് പറ ഞാൻ അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടെന്ന് എന്ന് പറഞ്ഞിട്ട് ഗീതു ഫോൺ കട്ട് ചെയ്യാണ്. ഇനിയിപ്പോൾ എൻ്റെ വണ്ടി ഇവിടെ ഇല്ലല്ലോ, ഞാൻ ഇതിപ്പോൾ എങ്ങനെ പോവാനാണ് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ അയ്യപ്പൻ പറയണേ, എൻ്റെ കുഞ്ഞേ, ദേ കാറ് കിടക്കുന്നുണ്ടില്ലേ, ഇത് കുഞ്ഞിനായിട്ട് വാങ്ങിച്ചു തന്ന കാറല്ലേ, ഈ കാറിൽ അങ്ങോട്ട് കയറി പൊയ്ക്കൂടെ, പാട്ടൊക്കെ ഇട്ട്. അപ്പോൾ ഉടനെ ഗീതു ഇങ്ങനെ ഒരു നോട്ടം നോക്കുകയാണ്. എന്നിട്ട് ഗീതു പറയുകയാണ്, പാട്ടൊക്കെ ഇട്ട് പോവാൻ കണ്ട നേരം, എനിക്ക് ഈ കാറിൽ പോകാൻ വയ്യ. അയ്യോ എൻ്റെ പൊന്നു മോളല്ലേ, എൻ്റെ പൊന്നു കുഞ്ഞല്ലേ, ഈ കാറിൽ പോയേ, ഒരു വട്ടം പോയേ. എന്തിനാണെന്ന് വെച്ചാൽ ഗീതു കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പാട്ട് ഓണാവും, അതിന് വേണ്ടിയിട്ടാണ് അയ്യപ്പേട്ട ഇത്രയും കിടന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ ഗീതു എന്ത് ചെയ്യുന്നു, തീരുമാനിച്ചു വണ്ടി തന്നെ എങ്ങനെയെങ്കിലും പോയല്ലേ പറ്റൂ അമ്മയുടെ അടുത്ത്. അങ്ങനെ നേരെ വണ്ടി കയറാനായിട്ട് തുടങ്ങിയിട്ട് ഡോറിലിങ്ങനെ പിടിച്ചിട്ടാണ് അയ്യപ്പൻ്റെ പറയുന്നത്, ദേ അയ്യപ്പേട്ടാ, ഈ വണ്ടിക്കകത്ത് ഇപ്പം കയറി യാത്ര ചെയ്യുന്നതുണ്ടല്ലോ, അങ്ങേർക്കുള്ള വണ്ടിയല്ലേ ഇത്, ഇതിനകത്ത് ഇപ്പം കയറി യാത്ര ചെയ്യുന്നതേ ഞാനല്ല, എൻ്റെ പട്ടിയാണ് എന്ന് പറഞ്ഞിട്ട് ഗീതു വണ്ടിയിൽ കയറി. വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പാട്ട് കേൾക്കാണ്, വെള്ളിച്ചെല്ലം വിതറി, ഒരു പാട്ട് പാടാനെന്ന് പറഞ്ഞുകൂടാ, ഒരു പാട്ട് കേൾക്കണം, വെള്ളിച്ചെല്ലം വിതറി തുള്ളി തുള്ളി ഒഴുകി. അപ്പോൾ ഗീതു ഓർക്കുകയാണ്, അവർ കാട്ടിൽ വെച്ചുണ്ടായ ഒരു സംഭവമൊക്കെ ഉണ്ടല്ലോ, വെള്ളച്ചാട്ടത്തിൻ്റെയൊക്കെ സംഭവങ്ങൾ, അത് ഗീതു ഓർക്കുകയാണ് ഒരു പാട്ടിൻ്റെ സംഭവത്തിൽ. അപ്പോൾ ഗീതു ഉടനെ പാട്ട് കേൾക്കാൻ കൊണ്ടൊരു നേരം അങ്ങേര് ഒരു പാട്ടെന്ന് പറഞ്ഞ് പെട്ടെന്ന് പാട്ടങ്ങ് നിർത്തുകയാണ്. എന്നിട്ട് ഗീതു പോവുകയാണ്, വണ്ടി ഓട്ടിച്ച് ഇങ്ങനെ പോവുകയാണ്. കുറച്ച് ദൂരം ചെല്ലുമ്പോഴത്തേക്ക് ഗീതു ആലോചിക്കുകയാണ്. കുറച്ച് ദൂരം ചെല്ലുമ്പോൾ ഗീതു വണ്ടി നിർത്തുകയാണ്. വണ്ടി നിർത്തിയിട്ട് ഗീതു ആലോചിക്കുകയാണ്, അങ്ങേര് അവിടെ ഉണ്ടല്ലോ വീട്ടിൽ, അങ്ങേരിപ്പോൾ മുറിയിൽ കയറി കാണും, അങ്ങേര് മുറി കയറുമെങ്കിൽ എൻ്റെ ഡോറാബുജി പ്ലാനിങ് എല്ലാം അങ്ങേര് അറിയുമല്ലോ. അയാൾ പറഞ്ഞു കഴിഞ്ഞു എൻ്റെ കൂടെ അയാൾക്ക് ഒരു തരത്തിലുള്ള ഇഷ്ടമല്ലെന്ന്. അപ്പോൾ അത് കണ്ടാൽ ഞാൻ ഇനി എന്ത് ചെയ്യും, തിരിച്ചു പോകാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഗീതു ഇങ്ങനെ ആശയക്കുഴപ്പത്തിൽ നിൽക്കുകയാണ്. അതേസമയം ഗോവിന്ദ് നേരെ മുറിയിലേക്ക് ചെല്ലുകയാണ്. മുറിയിൽ ചെന്നതിന് ശേഷം ഗോവിന്ദ് ഇങ്ങനെ ഭിത്തിയിൽ ഇങ്ങനെ കൈയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നിന്ന് ആലോചിക്കുകയാണ്, അമ്മയുടെ കൂടെ എന്തായാലും എനിക്ക് ഗീതുവിനോട് അങ്ങനെ ഒരു ഇഷ്ടമില്ലെന്ന് പറയേണ്ടിയിരുന്നില്ല, ഗീതു എന്ത് വിചാരിച്ചിട്ടുണ്ടാവും, അത് വേണ്ടിയിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചിന്തിക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ പുള്ളിക്കാരെ ഇങ്ങനെ തലയിലൊക്കെ ഇട്ട് തട്ടിയിട്ട് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് കാണുന്നത് ടോയ്ലറ്റിൻ്റെ അവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്, വാഷ്റൂമിൻ്റെ അവിടെ ഇങ്ങനെ ടോയ്ലറ്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് കാണുകയാണ്. ഒരു ബോർഡുണ്ടല്ലോ ഗീതു എഴുതി വെച്ചിരിക്കുന്നത്, അത് കാണുകയാണ്. അപ്പോൾ ഉടനെ ഗോവിന്ദ് അതിൽ നോക്കിയിട്ടാണ്, ഇതെന്താ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്, ടോയ്ലറ്റ്, ഇതെന്താ ഇവക്ക് ഇത്രയും നാളായിട്ട് അറിഞ്ഞുകൂടെ, അത് പിന്നെ അത് ടോയ്ലറ്റ് അതാണെന്ന് ഇവക്ക് എന്താ ഇത്രയും നാളായിട്ട് ഇത് അറിഞ്ഞുകൂടെ, ഇവളെന്തിനാ ഇപ്പോൾ എഴുതി വെച്ചിരിക്കുന്നത്, ഇവക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമോ, ഇത് ഇനി ചിലപ്പോൾ ഇവക്ക് അൾഷിമേഷ്യസിൻ്റെ ആരംഭമെങ്ങാനും ആയിരിക്കുമോ, അതങ്ങനെ പറഞ്ഞിട്ട് ഇനി സംഭവം മറന്നു പോകുമെന്ന് വിചാരിച്ച് ഇപ്പോൾ എഴുതി അങ്ങനെ വെച്ചിരിക്കുകയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പുള്ളിക്കാരൻ ചിന്തിക്കുകയാണ്. എന്നിട്ട് വിചാരിക്കണം എന്തെങ്കിലും ആവട്ടെ എന്നും പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ബാത്റൂമിനകത്തൊന്നും കയറാതെ തന്നെ നേരെ ഇങ്ങനെ കട്ടിലിൽ വന്നിരിക്കുകയാണ്. കട്ടിലിൽ വന്നിരിക്കുന്നെങ്കിലും കാണുന്നില്ല, ഗീത ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു സംഭവം പുള്ളിക്കാരൻ കണ്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ അയ്യപ്പേട്ടൻ വിളിക്കുകയാണ് ഗോവിന്ദിനെ. വിളിച്ചിട്ട് പറയുകയാണ്, അയ്യപ്പേട്ടനാണെങ്കിൽ ഒരു തെറ്റിപ്പൂവിലിട്ട് ഇങ്ങനെ പിടിച്ചൊക്കെയാണ് വിളിക്കുന്നത്. അപ്പോൾ ഗോവിന്ദ ഫോൺ എടുക്കുമ്പോൾ പറയണേ, കുഞ്ഞേ സക്സസ് എന്താ അയ്യപ്പേട്ട, എന്താ നിങ്ങൾ സക്സസ് എന്ന് പറയുന്നത്, എന്താണെങ്കിലും ഒന്ന് പറ മനുഷ്യ, എവിടെ മനുഷ്യ തീ നിന്നിരിക്കുകയാണ്. അതെ കുഞ്ഞെ, നമ്മൾ പ്ലാൻ ചെയ്തത് കണക്ക് തന്നെ എല്ലാം വർക്കൗട്ടായി. എന്ത് വർക്കൗട്ടായി? എൻ്റെ പൊന്നു കുഞ്ഞേ, ദേ ഗീതുമോളുണ്ടല്ലോ, കുഞ്ഞിൻ്റെ കാറും എടുത്തോണ്ട് പോയി. ഏത് കാറ്? അല്ല,
കുഞ്ഞില്ല റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടില്ലേ, പെൻ ഡ്രൈവ് വെച്ചിട്ടില്ലേ. ഇനിയിപ്പോൾ ഗീതുമോളും വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴുണ്ടല്ലോ നമ്മുടെ ആ പാട്ടങ്ങ് കേൾക്കും. അതിനുശേഷം കുഞ്ഞ് പറഞ്ഞ ആ ഡയലോഗുകളും കേൾക്കും. ഇന്നത്തോടുകൂടി എല്ലാം ഓക്കെ ആവും എന്ന് പറയുമ്പോൾ ഉടനെ ഗോവിന്ദ അയ്യപ്പേട്ടാ എന്നൊരു വിളിയിലേക്കാണ്. എന്നിട്ട് ഗോവിന്ദ പറയണം, എൻ്റെ മനുഷ്യ എല്ലാം കുളമായി, അയ്യോ ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുക, ഇനിയിപ്പോൾ ഞാൻ അവളുടെ മുഖത്തെങ്ങനെ നോക്കും. എന്താ കുഞ്ഞേ, എന്താ അവളുടെ സ്കൂട്ടി എന്തി, അവൾ സ്കൂട്ടിയിലല്ലേ സാധാരണ പോകുന്നത്. കുഞ്ഞല്ലേ പറഞ്ഞ സ്കൂട്ടി എടുത്ത് ഏതെങ്കിലും തോട്ടി കൊണ്ട് കളയാൻ. ഞാൻ സ്കൂട്ടി വർക്ക്ഷോപ്പിൽ കൊണ്ട് കൊടുത്തു. അതിന് സ്കൂട്ടിക്ക് എന്താ കുഴപ്പം? അതെ, സ്കൂട്ടിൽ തേങ്ങ വീണു. തേങ്ങേ? തേങ്ങ വീണു. എന്തായാലും കുഞ്ഞേ, ഇന്ന് കൊണ്ട് കുഞ്ഞിൻ്റെ എല്ലാ പ്രോബ്ലവും മാറും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അയ്യപ്പേട്ടൻ ഫോൺ വയ്ക്കുകയാണ്. അപ്പോൾ ഗോവിന്ദ് ആലോചിക്കുകയാണ്, ഈശ്വര ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത്. ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഗീതു ഇപ്പം അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് എൻ്റെ ഡയലോഗ് വല്ലതും കേട്ട് കഴിഞ്ഞാൽ അവൾക്ക് പ്രാന്ത് പിടിക്കും. സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഇവൾ ആ കലിപ്പിന് ഇനി അഥവാ അവൾക്ക് എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ അതെല്ലാം വെള്ളത്തിലിട്ട വര പോലെ ആവും. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഇനിയിപ്പോൾ അവൾ എന്നെ വിളിക്കുകയെങ്ങനെ ചെയ്യുമോ? അങ്ങനെ പുള്ളിക്കാരൻ ഫോൺ എടുത്തങ്ങ് സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുകയാണ്. അതിനുശേഷം പുള്ളിക്കാരൻ ഇറങ്ങിയില്ല, പട്ട് പിടിച്ചിടങ്ങ് മുറി മൊത്തം നടക്കുകയാണ്. ആകെ കൺഫ്യൂഷനായിട്ടിരിക്കുകയാണ്. ഇതിന് ഗീതു കേൾക്കോ ഇല്ലയോ ഒന്നും അറിയാൻ വയ്യാത്തതിൻ്റെ ആ ഒരു വെപ്രാളത്തിൽ പുള്ളിക്കാരൻ ഇങ്ങനെ നടക്കുകയാണ്. അതേസമയം നമ്മുടെ ഗീതു ആണെങ്കിൽ ഇങ്ങനെ നിൽക്കുകയാണ്. വണ്ടി ഒരിടത്ത് പാർക്ക് ചെയ്തിട്ട് ഒതുക്കി വെച്ചിട്ട് ഗീതു അവിടെ ഇറങ്ങി നിൽക്കുകയാണ്. എന്നിട്ട് ഗീതു ആലോചിക്കണം, ഗീതുവിന് അങ്ങോട്ടും പോകാൻ വയ്യ ഇങ്ങോട്ടും പോകാൻ വയ്യ. ഇനിയിപ്പോൾ അങ്ങേര് മുറിയിൽ കയറിയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ അവിടെ കൂട്ടി വെച്ചിരിക്കുന്ന ആ ഡോറാബുജി പ്ലാനിങ് ഒക്കെ ഇങ്ങനെ കണ്ടുപിടിക്കും. ഇനിയിപ്പോൾ കണ്ണേട്ടൻ വിചാരിക്കും എനിക്ക് കണ്ണേട്ടനോട് ഭയങ്കര പ്രേമം വരുന്നതെന്ന് കണ്ണേട്ടൻ മനസ്സിലാക്കും. കണ്ണേട്ടൻ പറയുകയും ചെയ്തു, കണ്ണേട്ടൻ എന്നോട് അങ്ങനെ ഒന്നുമില്ലെന്ന് കണ്ണേട്ടൻ പറയുകയും ചെയ്തു. ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത്, ആകെ നാണക്കേടായല്ലോ, ചളം കുളമായി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗീതു ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഗീതു വിചാരിക്കണം, ഇനിയിപ്പം എല്ലാം ചളവായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഇനിയിപ്പോൾ വരാനുള്ളത് ഓട്ടോ വിളിച്ച് വരുമെന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇത് ഓട്ടോയും അല്ല ടെമ്പോയും അല്ല ലോറിയും അല്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത്? എല്ലാം വരാനുള്ള വഴി തെങ്ങത്തില്ലല്ലോ. ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത്? ഇത്രയായില്ലേ, ഇനി ഇങ്ങനെയും കൂടി നാണം കെടാനായിരിക്കും എൻ്റെ തലയിലെഴുത്ത് എന്ന് പറഞ്ഞിട്ട് ഗീതു വണ്ടിയിൽ കയറുകയാണ്. വണ്ടി കയറി പോകാനായിട്ട് വണ്ടി കയറുകയാണ്. അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വീണ്ടും കേൾക്കുകയാണ്, വെള്ളിച്ചെല്ലം വീതറി തുള്ളി തുള്ളി ഒഴുകി. ആ ഒരു പാട്ട് വീണ്ടും വരികയാണ്. അപ്പോൾ ഗീതുവിനങ്ങ് ദേഷ്യം വരികയാണ്, കലി വരികയാണ്. ഗീതു ഇങ്ങനെ ആക്കിയിട്ട് ഭയങ്കര വിറയിലാണ് പുള്ളിക്കാരത്തി. ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. കൈയൊക്കെ ഇങ്ങനെ പിടിച്ച് പിടിക്കുകയാണ്. എന്നിട്ട് കൈ കൊണ്ടുവന്ന് ഇങ്ങനെ എന്താണ് ആ ടേപ്പ് റെക്കോർഡറിൽ ഇങ്ങനെ തൊടാനായിട്ട് വരികയാണ്. എന്നിട്ട് അത് വലിച്ചെറിയാന്നുള്ള രീതിയിൽ വരികയാണ്. എന്നിട്ട് ഗീതു പറയണു, അങ്ങനെ ഒരു വെള്ളിച്ചെല്ലാം വലിച്ചു പൊട്ടിച്ച് കളഞ്ഞാൽ എന്ത് എന്ന് പറഞ്ഞിട്ട് അടുത്ത് വന്നിട്ടാണ് ഗീതു പറയുന്നത്, അല്ലെങ്കിൽ വേണ്ട, എൻ്റെ ഭർത്താവ് കൊള്ളില്ല, അയാൾ കൊള്ളില്ലെന്ന് പറഞ്ഞ് ഈ സുന്ദരമായ പാട്ട് എന്തെങ്കിലും തെറ്റ് ചെയ്തോ, അതവിടെ ഇരുന്ന് കേട്ടോട്ടെ എന്ന് പറഞ്ഞിട്ട് ഗീതു പിന്നെ പാട്ടൊന്നും നിർത്തുന്നില്ല. എന്നിട്ട് ഗീതു വണ്ടി വിട്ടു പോവുകയാണ്. അതേ സമയത്തുണ്ടല്ലോ നമ്മുടെ പ്രിയമോൾക്ക് ദേഷ്യം വന്നിരിക്കുകയാണ്. പ്രിയമോള് മുറിയിൽ എല്ലാം എന്താ ഒരു പ്രാന്ത് പിടിച്ച ഒരു അവസ്ഥയിൽ കാണിക്കുന്നത് പോലെ പ്രിയമോള് തുണികളും കൈ കിട്ടുന്നതെല്ലാം വാരി എറിയാണ്. പ്രിയമോളുടെ മുറിയിൽ നിന്നിട്ട് ഡ്രസ്സും അതും ഇതൊക്കെ അലങ്കോലമായിട്ട് മുറിയിലെല്ലാം പറക്കി എറിഞ്ഞ് ദേഷ്യം തീർക്കുകയാണ്. അപ്പോൾ നമ്മുടെ രാധികാമ്മ അങ്ങോട്ടേക്ക് കയറി വരികയാണ്. രാധികാമ്മ ചോദിക്കണേ, എന്താ മോളെ, എന്താ നീ കാണിക്കുന്നത്, എന്താ നിനക്ക് പറ്റിയത്? ഉടനെ തന്നെ പ്രിയമോള് പറയണം, അമ്മ എല്ലാവരും കൂടി ചേർന്ന് എന്നെ പറ്റിക്കുകയായിരുന്നില്ലേ, ഇത്രയും എനിക്ക് വേണ്ടിയിട്ടല്ലേ ഗോവിന്ദേട്ടൻ്റെ ജീവിതം തന്നെ നശിപ്പിച്ചത്, എനിക്കിത് സഹിക്കാൻ പറ്റില്ല അമ്മേ എന്നൊക്കെ പറയണം. അപ്പോൾ രാധികാമ്മ പറയണം, മോളെ നീ അതിനൊരു തെറ്റും ചെയ്തില്ലല്ലോ, അവർ തമ്മിലുള്ളത് 6 മാസത്തെ കരാറായിരുന്നു, അതൊക്കെ ഇപ്പോൾ കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ ഗീതുവിൻ്റെ വഴിക്ക് പോട്ടെ, ഇനി എന്തിനാ അമ്മ അങ്ങനെ പറയരുത്, അവർക്ക് 2 പേർക്കും മനസ്സിൽ നല്ല സ്നേഹമുണ്ട്, എനിക്കറിയാതെ, നമുക്ക് അവരെ തമ്മിൽ ഒരുമിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് അമ്മേ, അല്ലാതെ അവരെ ഒരിക്കലും പിരിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. അപ്പോൾ ഉടനെ രാധികാമ്മ പറയണം, പറ്റില്ല മോളെ, അവരെ തമ്മിൽ ഒരുമിച്ച് ജീവിക്കണ്ട, അതാണ് നല്ലത്, കാരണം കണ്ണനോട് അവൾക്ക് അത്ര ഇഷ്ടമൊന്നുമില്ല, പിന്നെ പോരെങ്കിൽ അവർ തമ്മിൽ നല്ല പ്രായത്തിൻ്റെ വ്യത്യാസവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ പിന്നെ അവരെ പാട്ടിന് വിട്ടേക്ക്. എന്തായാലും ഗീതുവിന് ഉടനെ പ്ലേറ്റ് അങ്ങ് തിരിച്ചു രാധികാമ്മ പറയണേ, ഗീതുവിന് വേണ്ടിയിട്ടാണ് മോളെ ഞാൻ പറയുന്നത്, കാര്യം കണ്ണൻ്റെ ജീവിതത്തിലേക്ക് വന്ന് അവളുടെ ജീവിതം അവൾ നശിപ്പിക്കേണ്ട, അവരുടെ ഏജൻ്റെതാണ് ഉദ്ദേശിക്കുന്നത്, ജീവിതം അവൾ നശിപ്പിക്കേണ്ട, അപ്പോൾ അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടും മോളെ എന്നിങ്ങനെ പറയണം. അപ്പോൾ പ്രിയമോട് പറയണം, ആരാ അമ്മ ഇനി ഗീതു വെച്ച് കല്യാണം കഴിക്കുന്നത്, ഇനി അഥവാ ആരെങ്കിലും കല്യാണം കഴിച്ചാൽ തന്നെ ഗീതു ചേച്ചിക്ക് നമ്മൾ കൊടുക്കുന്ന സ്വത്തും പണവും വകയും മോഹിച്ചിട്ട് മാത്രമായിരിക്കും ഗീതു ചേച്ചിയെ കല്യാണം കഴിക്കുന്നത്, അതുമാത്രമല്ല ഒരു 2ാം കെട്ടുകാരിയായിട്ട് ഗീതു ചേച്ചി തഴയപ്പെട്ടു പോകും എന്നിങ്ങനെ പറയണം. അപ്പോൾ രാധികാമ്മ പറയണം, ഒന്നുമില്ല മോളെ, അവളുമായിട്ടുള്ള ഡിവോഴ്സ് നടക്കുന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ അമ്മ തന്നെ മുൻകൈ എടുത്തിട്ട് നല്ലൊരു വരനെ കണ്ടുപിടിച്ചിട്ട് അവളുടെ വിവാഹം നടത്തി കൊടുക്കും
എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അതും കേട്ടുകൊണ്ടാണ് രഞ്ജുവും രേഖയും കൂടി അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ രേഖ ചെന്നിട്ട് പറയണം, അമ്മ എൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാലേ അവർ തുറന്നു പറയുന്നില്ലെന്നേ ഉള്ളൂ. അവർക്ക് രണ്ടുപേർക്കും നല്ല ഇഷ്ടമാണ് പരസ്പരം. നമ്മൾ തമ്മിൽ അവരെ ചേർത്ത് വെച്ചാൽ മാത്രം മതി, പകരം ആർക്കും വിവാഹം ആലോചിക്കാനൊന്നും നിൽക്കണ്ട എന്നിങ്ങനെ പറയണം. അപ്പോൾ ഉടനെ രാധികാമ്മ പറയണം, അങ്ങനെയൊന്നും പറ്റില്ല. ഗീതുവിന് ഒട്ടും ഇഷ്ടമല്ല ഗോവിന്ദനോട്. കണ്ണനാണെങ്കിലോ തീരെ ഇഷ്ടമല്ല. കണ്ണൻ തുറന്നു പറഞ്ഞത് നിങ്ങൾ എല്ലാവരും കേട്ടല്ലോ. മോളെ പ്രിയേ, ഞാൻ ഗീതുവിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. കണ്ണൻ ഇഷ്ടമല്ലാതിരിക്കുന്നിടത്തോളം കാലം കണ്ണൻ്റെ ഭാര്യയായിട്ട് അവൾ ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ തന്നെ രഞ്ജു ഇടപെടുകയാണ്. രഞ്ജു പറയുകയാണ്, ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. ഗോവിന്ദേട്ടന് ഗീതുവിനെ നല്ല ഇഷ്ടമാണ്, അതെനിക്കറിയാം. അതുപോലെ തന്നെ ഗീതുവിന് ഗോവിന്ദേട്ടനെ ഇഷ്ടമാണ്. എല്ലാവരെയും തമ്മിൽ പിരിക്കാൻ എളുപ്പമാണ്. അങ്ങനെ പിരിക്കുകയല്ല ചെയ്യേണ്ടത്, അവരെ തമ്മിൽ സ്നേഹത്തിൽ ഒരുമിപ്പിച്ച് വെക്കുകയാണ് ചെയ്യേണ്ടത് എന്നിങ്ങനെ രഞ്ജു പറയുകയാണ്. ഉടനെ തന്നെ നമ്മുടെ രാധികാമ്മ നേരെ നമ്മുടെ രഞ്ജുവിന് നേരെ തിരിയാണ്. എന്നിട്ട് പറയണം, ഹെടി, ഈ പ്രശ്നങ്ങൾക്കെല്ലാത്തിനും ആണിക്കല്ല് നിൻ്റെ അമ്മ തന്നെയാണെന്ന് പറയുകയാണ്. അപ്പോൾ ഉടനെ പറയാണ്, അപ്പോൾ ഉടനെ ഇങ്ങനെ രഞ്ജു ഇങ്ങനെ ഒന്നും മിണ്ടാണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉടനെ പറയുകയാണ്, എടി ബാംഗ്ലൂർക്ക് വെച്ചുണ്ടല്ലോ, ശരിക്കും പറയുകയാണെങ്കിൽ കിഷോറിനെ തിരക്കിയിട്ട് ഗീതു പോയ സംഭവമൊന്നും നമ്മുടെ പ്രിയയ്ക്ക് അറിയില്ല. അപ്പോൾ ഉടനെ രാധികാമ്മ പറയണം, ശരിക്കും ഉണ്ടല്ലോ, ഈ ഗീതു സ്നേഹിച്ചിരുന്നത് എൻ്റെ കണ്ണനെയല്ല, അവൾ നേരെ കിഷോറിൻ്റെ കൂടെ പോയതാണ് ബാംഗ്ലൂർക്ക് വെച്ചിട്ട്. അവിടെ വെച്ച് നിൻ്റെ അമ്മയാണ് അവളെ ഇങ്ങ് കൊണ്ടുവന്നത്. എന്തിനാണെന്നറിയാമോ? അവളുടെ പിന്നിൽ കളിച്ചത് നിൻ്റെ അമ്മയാണ്. ഇവിടെ കൊണ്ടുവന്ന സൂത്രത്തിൽ കണ്ണൻ്റെ ഭാര്യയായിട്ട് താമസിപ്പിച്ചിട്ട് അവൻ്റെ സ്വത്തുക്കൾ മുഴുവനും എഴുതി മേടിക്കാനുള്ള നിൻ്റെ അമ്മയുടെ കുതന്ത്രം വരുന്നുണ്ട് ഇതിനെല്ലാത്തിനും പിന്നിൽ എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ രാധികാമ്മ. ഇത് കേട്ടിട്ട് നമ്മുടെ രഞ്ജു ഇങ്ങനെ തിളച്ച് മറിഞ്ഞ് നിൽക്കുകയാണ്. അതോടുകൂടി എപ്പിസോഡ് കഴിയുകയാണ്. ഇനി എന്തൊക്കെ സംഭവ വികാസങ്ങൾ ഉണ്ടായി എന്നറിയണം എന്നുണ്ടെങ്കിൽ നാളത്തെ എപ്പിസോഡ് വരെ കാത്തിരിക്കേണ്ടി വരും. നാളത്തെ എപ്പിസോഡ് വരെ കാണുമ്പോൾ അറിയാം എന്തൊക്കെ സംഭവിച്ചു. ഇനി ഗീതു ആ പാട്ട് കേട്ടിട്ട് ലാസ്റ്റ് ഗോവിന്ദിൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളും സംഭവങ്ങളൊക്കെ നമ്മുടെ ഗീതു അറിഞ്ഞിട്ടുണ്ടാവുമോ? അതറിഞ്ഞിട്ട് ഗീതു രാധികാമ്മയൊക്കെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് രണ്ടുപേരും രണ്ട് മുറിയിലായിട്ട് കഴിയുമോ? ഗീതു അവിടെ കാണിച്ചു വെച്ചിരിക്കുന്ന ഡോറ ബുജി പ്ലാനിങ് ഒക്കെ ഗോവിന്ദ് കാണുമോ? അതുപോലെ തന്നെ എന്താണ് നമ്മുടെ രാധികാമ്മയെ അടിച്ച് മടക്കി ചുരുട്ടി ഒടിച്ചിടോ രഞ്ജു എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നാളത്തെ എപ്പിസോഡ് വരുന്നത് വരെ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തേത് നല്ലൊരു അടിപൊളി എപ്പിസോഡാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു എപ്പിസോഡാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമോ എന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ അഭിപ്രായമൊക്കെ എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളൂ. അതുമാത്രമല്ല, നിങ്ങൾ ആരെങ്കിലും ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, ലൈക്ക് ചെയ്യണം. അതുപോലെ ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ടും പ്രൊമോ വീഡിയോയുമായിട്ടൊക്കെ ഞാൻ വരാം. അതുവരെ എല്ലാവർക്കും ബായ്.